ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ മെഹന്തീൻ്റെ തലേ ദിവസമാണ് കേട്ടോ. നമ്മളൊരു കുഞ്ഞ് ഫങ്ഷൻ വെച്ചിട്ടുണ്ട് മെഹന്തീൻ്റെ അന്നത്തേക്ക്. നമ്മുടെ സ്റ്റേജും കാര്യങ്ങളാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ വലിയ തോതിലൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തു കേട്ടോ, നമുക്കൊരു കുഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മെഹന്തീൻ്റെ തലേ ദിവസമാണ് കേട്ടോ മെഹന്തി ഇടുന്നത്. കാരണം അന്നത്തെ ദിവസം ഒരുപാട് ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒരു കുഞ്ഞു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതാ തലേ ദിവസം വൈകുന്നേരം ഈവനിങ് ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കണത്. നമ്മളെ അടുത്തുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് നമുക്ക് മെഹന്തി ഇടുന്നത്. അവരെ പേജ് വന്നിട്ട് ഷിഫാസ് മെഹന്തി വേൾഡ് എന്നാണ്. നല്ല അടിപൊളി സർവീസാണ് കേട്ടോ. നമ്മളൊരു വൈകുന്നേരം ഒരു 6:30 ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പുലർച്ചെ 3-3:30ക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ തീം വന്നിട്ട് പീക്കോക്കാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സാണേലും കേക്കാണേലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പീക്കോക്കാണ്. അതുകൊണ്ട് തന്നെ മെഹന്തിയും നമ്മളൊരു പീക്കോക്ക് ലോട്ടസ് ആ ഒരു തീമിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ആ സമയം ഒരുപാട് അങ്ങോട്ട് പോയിട്ട് ഒരു 12:30-1 മണി ആ ഒരു സമയമായിട്ട് നമ്മൾ ഈ ഓട്ടത്തിലും പാച്ചിലിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ആ സിസ്റ്റർ വന്നിട്ട് ഫുഡ് വാരി തന്നു, അത് കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം ഒരു 3-3:30 ആയിട്ടുണ്ട് കേട്ടോ പുലർച്ചെ. ഗൈസ്, നമ്മുടെ മെഹന്തീൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെഹന്തീൻ്റെ വർക്ക്. ഫുൾ ഫിൽ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. സമയം ഒരു 3:45, പുലർച്ചെ ഒരു 3:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സൂം ചെയ്യോ, അങ്ങോട്ട് വരുമോ വീഡിയോ കൊണ്ട്? യെസ്, അടിപൊളിയായിട്ടാണ് ഇട്ട് തന്നിട്ടുള്ളത്. രക്ഷയില്ല. ഞാൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത് സെയിം ആയിട്ടാണ് ഇട്ട് തന്നിട്ടുള്ളത്. അതിനുശേഷം ഇതാ അവർ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റീലും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് ശേഷമാണ് കിടന്നത്. അങ്ങനെ ഇതാ ഈ ഒരു ദിവസം ഇവിടെ വൈകിട്ട് ആവുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേൻ്റെ വിശേഷങ്ങളാണേ. അപ്പോൾ ഇതാ കസിൻസും കാര്യങ്ങളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ച ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് കയറാന്നുള്ള രീതിക്കാണ് നിന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് കയറുകയാണ്. നമ്മൾ സെൽഫ് മേക്കപ്പ് ആണ് കേട്ടോ. കാരണം അമ്മ ഒരുപാട് തിരക്കിലാണ്. അമ്മ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് തിരക്കിലാണ്. ഇത് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ മെഹന്തി നൈറ്റ് വെച്ചിട്ടുള്ളത്. എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം നമ്മളൊരു ഫംഗ്ഷനും തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ വെച്ച് നമ്മൾ വല്ലാണ്ട് ടയേർഡാവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസം അതിൻ്റെ നടുവിലുള്ള ആ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെച്ചത്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ മാക്സിമം അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു നമ്മളെന്താ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരുത്തരുടെ സ്ട്രഗിളും കാര്യങ്ങളും ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളും ഒക്കെ ടയേർഡായിട്ടുള്ള ബ്രൈഡ്സിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമെങ്കിലും നമ്മളെന്ത് ചെയ്യണം, ഫ്രീ ആയിട്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് വിചാരിച്ച പോലെ തന്നെ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. അതിന് ശേഷമുള്ള പിറ്റത്തെ ദിവസമാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഗ്രീൻ ഡ്രസ്സ്, ഓൾമോസ്റ്റ് എല്ലാവരും ഗ്രീൻ ഡ്രസ് കോഡ് തന്നെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ സ്റ്റുഡിയോയിൽ മയങ്കി ഡിസൈൻ സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സുമാണ് കേട്ടോ. നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ബിഗ് ഡേൻ്റെ ഡ്രസ്സുകളെല്ലാം എനിക്ക് തന്നെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. നമ്മളിപ്പോൾ മെഹന്തിനെ ഇടുന്ന ആ ഒരു ദിവസത്തെ ആ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആയാലും ഈ ഒരു ഗ്രീൻ ഔട്ട്ഫിറ്റ് ആയാലും ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റിന് വരാൻ പോകുന്ന ആ ഒരു ഔട്ട്ഫിറ്റ് ആണെങ്കിൽ പോലും എല്ലാം എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു, ഹാൻഡ് വർക്ക് ഉൾപ്പെടെ. അങ്ങനെ അത് നമ്മൾ അതുപോലെ തന്നെ സാധിച്ചിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം നമ്മൾ ഔട്ട്ഡോറിൽ പോവാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെയിം ആൾക്കാർ തന്നെ വൈഡ് ആംഗിൾ ഫ്രെയിംസ് ആണ് നമ്മുടെ എല്ലാ ഫംഗ്ഷനും എല്ലാം അവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഔട്ട്ഡോറിൽ പോയി. പക്ഷേ ആ ക്ലിപ്പും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം തന്നെ പോയിട്ട് വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലുള്ള. അപ്പോൾ മക്കളെല്ലാം ഡാൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങനെ കുറേ റീലെടുത്തു. അതിനുശേഷം ഒരു കുഞ്ഞു ഫംഗ്ഷൻ പോലെ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കേക്ക് കട്ടിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ ആ ക്ലിപ്പും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണുള്ളത്. അങ്ങനെ അതിനൊടുവിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർക്ക് നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം നമ്മളെ ഫോട്ടോസും എല്ലാം അവരുടെ സർവീസും എല്ലാം നമുക്ക് പറയുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റെങ്കിലും കൊടുക്കണം എന്നെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഏട്ടൻ അറിയേ ഉണ്ടായിരുന്നില്ല. ഏട്ടൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വർക്ക് എടുത്തിട്ട് ഇങ്ങനെയൊരു ഗിഫ്റ്റ് എന്നാണ് കേട്ടോ. അത് കേട്ടപ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമായി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് കൊടുത്താലും എന്ത് ഗിഫ്റ്റ് കൊടുത്താലും കുറഞ്ഞു പോകുന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കാരണം നമ്മളെ ഫോട്ടോസൊക്കെ ഔട്ട്പുട്ട് കണ്ടവർക്ക് മനസ്സിലാവും. അത്രയും നല്ല ഫോട്ടോസും കാര്യങ്ങളാണ്, അത്രയും നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാതിരിക്കാൻ മനസ്സ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവർ മാത്രമുള്ളൊരു കുട്ടി ഫംഗ്ഷനായിരുന്നു. പക്ഷേ എന്നാലും നല്ല അടിപൊളി ഫംഗ്ഷനുമായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാനായില്ല. കാരണം ആരും ഉണ്ടായിരുന്നില്ല എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.